എന്റെ ചിന്തകളെ ഗുരു നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു തോന്നൽ. മനസ്സുമായി നേരിട്ട് സംവേദിക്കുന്ന അത്ഭുത വിദ്യ. പറഞ്ഞു കേട്ടും വായിച്ചും മാത്രം അറിഞ്ഞിട്ടുള്ള ടെലിപ്പതി എന്ന മാസ്മരിക വിദ്യ എന്തെന്ന് ഞാനിപ്പോൾ നേരിട്ട് അനുഭവിക്കുകയാണ്. Under the moon's glow, the air is thick, it's hard to breathe. What hides? മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം മഹാഗുരുവിനെ കാണുവാനുള്ള അവസരം എനിക്ക് കൈവന്നിരിക്കുകയാണ്. ഞാൻ പോലും മറന്നിരുന്ന എന്റെ ജനന തീയതി എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഗുരു എന്നെ വിളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വന്ദനം പറഞ്ഞുകൊണ്ട് കുട്ടിലാമ നാടകീയമായി രംഗപ്രവേശം ചെയ്തു. അവൻ എന്നെ പുറത്തേക്ക് ആനയിച്ചുകൊണ്ടുപോയി. ലാമാ ഗുരു ഇരിക്കുന്ന കെട്ടിടത്തിന് മുൻപിലായി ഒരു കിണറുണ്ട്. കുട്ടിലാമയുടെ നിർദ്ദേശപ്രകാരം ഞാൻ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുളിച്ചു ശുദ്ധനായി. കുളി കഴിഞ്ഞ് ധരിക്കേണ്ട പ്രത്യേക വസ്ത്രം കുട്ടിലാമ എനിക്ക് തന്നു. ഏതാനും അടി അകലെയായി ഒരു ബുദ്ധപ്രതിമ. ബുദ്ധദേവന് സാഷ്ടാംഗ പ്രണാമമർപ്പിച്ച ഞാൻ ഗുരുസന്നിധിയിലേക്ക് ആനയിക്കപ്പെട്ടു. മങ്ങിയ വെളിച്ചത്തിന്റെ പശ്ചാത്തലത്തിൽ നരച്ച മുടിയും താടിമീശയുമുള്ള മഹാഗുരു ധ്യാനനിരതനായിരിക്കുന്നുണ്ട്. തൊട്ടുമുന്നിലായി കത്തുന്ന ഒരു നെയ്വിളക്ക്. കുട്ടിലാമ പറഞ്ഞ പ്രകാരം ധ്യാനനിരതനായി ഇരിക്കുന്ന ഗുരുവിനാഭിമുഖമായി ഞാനും അതേ നിലയിൽ ഇരിപ്പുറപ്പിച്ചു. ഗുരു കണ്ണു തുറന്നാലുടൻ തൊട്ടുമുൻപിലിരിക്കുന്ന എന്നെ കാണാൻ കഴിയും. ഞാൻ കാത്തിരിപ്പു തുടർന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ഗുരു കണ്ണു തുറക്കാനുള്ള ഭാവമൊന്നും കാണുന്നില്ല. ഞാൻ ഗുരുമുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. യഥാർത്ഥത്തിൽ ഗുരുവിന് എന്തു പ്രായമുണ്ടാവും? ഞാൻ കണക്കുകൂട്ടാൻ ശ്രമിക്കുന്നതിനിടയിൽ എന്നോട് കണ്ണുകളടയ്ക്കാൻ ഗുരു ആജ്ഞാപിച്ചു. എന്നാൽ ഗുരുവിന്റെ ചുണ്ടുകൾ അനങ്ങുന്നതായി ഞാൻ കണ്ടില്ല. ശബ്ദം കേട്ടതുമില്ല. ഗുരു പറയുന്നതുപോലെ എനിക്ക് തോന്നുക മാത്രമാണുണ്ടായത്. ഞാൻ ചിന്തിക്കുന്നതെന്തെന്ന് ഗുരു അറിയുന്നതുപോലെ തോന്നുന്നു. എന്റെ ചിന്തകളെ ഗുരു നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു തോന്നൽ. മനസ്സുമായി നേരിട്ട് സംവേദിക്കുന്ന അത്ഭുത വിദ്യ. ഇവിടെ ഭാഷയുടെ അതിർവരമ്പുകൾ അപ്രസക്തമാവുകയാണ്. പറഞ്ഞു കേട്ടും വായിച്ചും മാത്രം അറിഞ്ഞിട്ടുള്ള ടെലിപ്പതി എന്ന മാസ്മരിക വിദ്യ എന്തെന്ന് ഞാനിപ്പോൾ നേരിട്ട് അനുഭവിക്കുകയാണ്. ഗുരു പറഞ്ഞ പ്രകാരം ഞാൻ കണ്ണുകൾ അടച്ചു. ലാമാമാരോടൊപ്പം ഇന്നലെ ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഒരു സിനിമയിലെന്ന പോലെ എനിക്കിപ്പോൾ കാണാം. ആ സമയത്ത് എന്റെ തലയിൽ നിന്നും ഒരു മുടിനാരിഴ ഊരി വീഴുന്നതും എനിക്കിപ്പോൾ കാണാം. അത് വീഴുന്നത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിലാണ്. ആ മുടിയിഴ എന്റെ ആഹാരത്തിൽ നിന്നും ഞാൻ തന്നെ പെറുക്കിക്കളയുന്നതും എനിക്ക് കാണാനായി. എന്നാൽ ആ മുടി എന്നെപ്പോലെയുള്ള ഏതോ അന്തേവാസിയുടെ ശരീരത്തിൽ നിന്നും എന്റെ ആഹാരത്തിൽ വന്നു വീണതായിരിക്കുമെന്നാണ് ഇതുവരെ ഞാൻ കരുതിയിരുന്നത്. എന്നാൽ അത് എന്റെ തന്നെ സ്വന്തം മുടിയായിരുന്നെന്ന സത്യം ഇപ്പോൾ മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുരു പറഞ്ഞു, നമ്മുടെ ധാരണകളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഗുരു തുടർന്നു, ഞാൻ നിനക്ക് നിന്റെ സൂക്ഷ്മസ്മൃതിയിലുള്ള പൂർവ്വകാല ജന്മങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിനക്ക് നിന്റെ ജന്മരഹസ്യങ്ങൾ വെളിപ്പെടുകയും ഈ ജന്മം എങ്ങനെയുണ്ടായെന്നു മനസ്സിലാവുകയും ചെയ്യും. കൂടാതെ ഈ ജന്മത്തിൽ നീ ഇതുവരെ ജീവിച്ച വഴികളിലൂടെ ഒരാവൃത്തി കൂടി നിനക്ക് സഞ്ചരിക്കാം. ആ കാഴ്ചകളും നിനക്ക് പ്രയോജനപ്പെട്ടേക്കാം. ഗുരു ഇത് പറഞ്ഞതും എന്റെ മനസ്സ് ഒരു വലിയ ഗുരുത്വാകർഷണ വലയത്തിൽപ്പെട്ടതുപോലെ കറങ്ങിത്തിരിയാൻ തുടങ്ങി. ഞാൻ ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങുകയാണ്. ഒരു കൊച്ചു ബിന്ദു, അതിസൂക്ഷ്മ ബിന്ദു. ഇരുണ്ട ഒരു തുരങ്കത്തിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്. സമയവേഗതയ്ക്കപ്പുറത്തേക്ക് പാഞ്ഞു പോകുന്ന ഒരു മിന്നൽ പിണർ. അകലെ ഒരു പ്രകാശബിന്ദുവിൽ തട്ടിത്തകർന്നു വീഴുന്നതുവരെ ആ സഞ്ചാരം അങ്ങനെ തുടർന്നു. ഞാൻ ചെന്നു വീണത് അടിമകളുടെ ലോകത്താണ്. ഇവിടെ ഞാൻ വെറുമൊരു അടിമ. എന്റെ ശരീരം എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ അനുഭവങ്ങളുടെ ചില സൂക്ഷ്മധാരകളിൽ കൂടി ഞാൻ കടന്നുപോവുകയാണ്. എന്റെ മരണം ഞാൻ അനുഭവിക്കുന്നു. ഞാൻ എന്റെ അടുത്ത ജന്മത്തിലേക്ക് കടക്കുന്നു. ഇവിടെ ഞാനൊരു സാധാരണ വ്യാപാരി. സാധാരണ അനുഭവങ്ങൾ, സാധാരണ മരണം, വീണ്ടും അടുത്ത ജന്മം. ഇങ്ങനെ 5 ജന്മങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. ആറാമത്തത് അല്പം വ്യത്യസ്തമായ ജന്മമാണ്. ഇവിടെ ഞാനൊരു ബ്രഹ്മചാരിയാണ്.
ബ്രഹ്മചര്യത്തിലൂടെ മോക്ഷം പ്രാപിക്കാനുള്ള വൃഥാവിലാകുന്ന പരിശ്രമം, ആഗ്രഹങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ജീവിതം, മനസ്സിനുള്ളിൽ അടങ്ങാത്ത കാമനകൾ, നഷ്ടപ്പെടലിന്റെയും നഷ്ടബോധത്തിന്റെയും പരിതാപകരമായ ജന്മം. എല്ലാ പരിശ്രമങ്ങളും പാഴ്വേലിയായിരുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മരണത്തിലേക്ക് മടങ്ങുമ്പോൾ ഇതാ മറ്റൊരു ജന്മം കൂടി. ഈ ജന്മത്തിൽ എന്റെ പേര് സുന്ദർദാസ്. ഞാൻ സുന്ദർദാസ്. ഞാൻ സുന്ദർദാസ്. Thank you for watching. Stay tuned for the next episode. Goodbye.